എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ഒളിച്ചു നിർത്തിയല്ലോ പറയേണ്ടത്. അവർ പേര് പറയണ്ടേ? ആരാണ് അവരോട് പറഞ്ഞത്? ഏത് നേതാവാണ് അവരോട് പറഞ്ഞത്? അങ്ങനെ വെറുതെ പറഞ്ഞ് ഷാൻ ടീച്ചർ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പിന്നെ ഇതൊക്കെ എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റൂല. എല്ലാ കാലത്തും ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റൂല. അത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരും, ഒരു സംശയവും വേണ്ട. അത് ജില്ലയിലെ CPM നേതൃത്വത്തിന് നന്നായി അറിയാം. ജില്ലയിലെ CPM നേതൃത്വത്തിനും അക്കാര്യം വളരെ നന്നായി അറിയാം. പക്ഷേ ഞങ്ങളാരും വസ്തുതാപരമായി തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും, തെളിവില്ലെങ്കിൽ ഞങ്ങൾ പറയില്ല. കോൺഗ്രസിന്റെ വക്താക്കളുടെ പോസ്റ്റ് തെറ്റായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അങ്ങനെ ആരും ഇടാൻ പാടില്ല. അച്ചടക്കം പാലിക്കണം. അച്ചടക്കം പാലിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ആരൊക്കെയാണ് ഇട്ടേക്കുന്നത്, എന്താണ് ഇട്ടേക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതേക്കുറിച്ച് നമ്മളൊരു പരിശോധന നടത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു ഉപകരണമല്ല, ആരെയും തെറി വിളിക്കാനുള്ള ഒരു ഉപകരണമല്ല. അപ്പം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിതൊന്നും ഇത് കാര്യമായി എടുക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ CPM നേതൃത്വം എത്ര സമയത്താണ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് CPM അല്ലേ ഈ സൈബർ ഹാൻഡിലുകളിൽ ഈ വസ്തുതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എത്ര ആരോപണങ്ങൾ നേതാക്കന്മാർക്കെതിരായി, അവരുടെ കുടുംബത്തിനെതിരായി എത്ര മോശമായിട്ടാണ് അവരെഴുതുന്നത്. ഉമാ തോമസിനെതിരായി എഴുതുന്നത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യക്കെതിരായി എഴുതുന്നത്, മക്കൾക്കെതിരായി എഴുതുന്നത്. ആരെ എഴുതിയത്? തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും DYFIയും CPM ആണ്. അവരതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പണി കോൺഗ്രസിനില്ല. എല്ലാ കാലത്തും ഒരു കാര്യം ഒളിച്ചു വെക്കാൻ കഴിയില്ല, എന്തെങ്കിലും അത് പുറത്തു വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പിന്നിൽ എല്ലാ കാര്യവും ഉണ്ട്. CPMൽ തന്നെയുള്ള പടലപ്പണക്കൾ അതിനകത്ത് എല്ലാ കാര്യവും ഉണ്ട്. എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അപവാദങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണോ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഈ ഉത്തരവുണ്ട്. എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അത് എന്തെങ്കിലും ഒക്കെ പുറത്തു വരും. ഷഫീർ, ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത്. താങ്കൾ ആ നടപടിയെ തള്ളി പറയുന്നുണ്ടോ? അല്ല, അടിസ്ഥാനമില്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ആയുധമാക്കി ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറയും, ഉറപ്പായിട്ടും പറയും. ഒരു സംശയവും വേണ്ട. അത് പറയും. അതിനകത്തൊരു നിയന്ത്രണം ഉണ്ടാകും, സ്വാഭാവികമാണല്ലോ.